നമസ്കാരം, ഞാൻ വികാസ്. എല്ലാവർക്കും ആർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. ഒരു മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ദയവായി ക്ഷമിക്കുക. പെർസ്പെക്റ്റീവിനെ കുറിച്ചുള്ള വീഡിയോസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് ഒരു കാർ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കാറിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചർ 2 പോയിന്റ് പെർസ്പെക്റ്റീവിൽ വരച്ച് നോക്കാം. ഐ ലെവല് മുകളിലായിട്ടാണ് വരയ്ക്കുന്നത്. തുടക്കത്തിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വരച്ച് പഠിക്കുക. അതിനുശേഷം നമുക്ക് ഐ ലെവല് മാറ്റാവുന്നതാണ്. 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് 2 വാനിഷിംഗ് പോയിന്റ് മാർക്ക് ചെയ്യാം. ബോർഡറിൽ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡും ഗ്രീനും കളർ പെൻസിൽ ഉപയോഗിച്ചാണ് ബേസിക് സ്ട്രക്ചർ വരയ്ക്കുന്നത്. 2 പോയിന്റ് പെർസ്പെക്റ്റീവിൽ ഒരു കോർണർ വരച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കാറിൻ്റെ സെൻറ്ററിലുള്ള ഒരു ബോക്സ് ഷേപ്പാണ് ആദ്യം വരയ്ക്കുന്നത്. ബോക്സ് വരയ്ക്കാൻ റെഡ് കളർ പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വാനിഷിംഗ് പോയിന്റിലേക്കുള്ള റെഫറൻസ് ലൈൻസ് ഗ്രീൻ പെൻസിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. സെൻറ്ററിലുള്ള ഷേപ്പ് വരച്ചതിന് ശേഷം കാറിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള പോർഷൻസ് വരച്ചു കൊടുക്കുക. സൈഡിൽ നിന്ന് നമ്മളൊരു കാറിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതേ ഷേപ്പ് തന്നെയാണ് ഇവിടെ പെർസ്പെക്റ്റീവിൽ വരച്ചിരിക്കുന്നത്. 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് ബോക്സ് വരയ്ക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് സൈഡ് ആദ്യം വരച്ചത്. ഇനി ബാക്കി ലൈൻസ് എല്ലാം വരച്ച് ഈ ഒരു ഷേപ്പിന് 3 ഡയമെൻഷനാലിറ്റി കൊടുക്കാം. വാനിഷിംഗ് പോയിന്റ് 2ലേക്കുള്ള ലൈൻസ് വരച്ചതിന് ശേഷം കാറിൻ്റെ വീതി നമുക്ക് വരച്ചെടുക്കാം. വീതി കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ഡ്രോയിങ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വീതി അടയാളപ്പെടുത്താൻ. കാറിൻ്റെ ബേസിക് ഫോം 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കാൻ പഠിച്ചു. ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഫൈനൽ ഡ്രോയിങ്ങിലേക്ക് കടക്കേണ്ടത്. തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ബേസിക് സ്ട്രക്ചർ വരയ്ക്കുന്ന ഭാഗം കൂടുതൽ പ്രാവശ്യം കാണുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായിട്ട് ഫൈനൽ ഡ്രോയിങ് ചെയ്യാം. നേരത്തെ കണ്ട അതേ പ്രോസസ്സ്, അതേ സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. പെൻസിൽ മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ബേസിക് സ്ട്രക്ചർ വരച്ചെടുക്കാം. 2B പെൻസിൽ ഉപയോഗിച്ചാണ് ഇവിടെ ഡ്രോയിങ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ലൈൻസ് ഉണ്ടാവും. അതെല്ലാം തന്നെ അവസാനം മായ്ച്ച് കളയാനുള്ളതാണ്. നേരത്തെ വരച്ച അതേ ബോക്സ് ഇവിടെ പെൻസിൽ മാത്രം ഉപയോഗിച്ച് വരച്ചു. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു ബോക്സ് വരയ്ക്കാൻ പഠിക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ഒരു ബോക്സിനെ എങ്ങനെയാണ് കാറിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നത് എന്ന് നോക്കാം. കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ആദ്യം വരച്ച കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ഞാൻ വരയ്ക്കുന്നുണ്ട്. കാറിൻ്റെ ഫ്രണ്ട് പോർഷനിലെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് ലൈൻ ഇട്ടാൽ മതി. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാറിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോഴും പെർസ്പെക്റ്റീവ് കറക്റ്റാണോ എന്ന് നോക്കണം. ഉദാഹരണത്തിന് ലൈറ്റെല്ലാം വരയ്ക്കുമ്പോൾ ഈ ഒരു കോർണറിൽ വരുന്ന ലൈറ്റിൻ്റെ പൊസിഷനും അതുപോലെ ഓപ്പോസിറ്റ് വരുന്ന ലൈറ്റും പെർസ്പെക്റ്റീവിലാണോ എന്ന് ചെക്ക് ചെയ്യണം. തുടക്കത്തിൽ നമുക്ക് റൂളറൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാം. പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും.
പെർസ്പെക്റ്റീവിൽ സർക്കിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം വരച്ച ഡ്രോയിങ്ങിൽ എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. കാറിൻ്റെ ഡ്രോയിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഷെയ്ഡിങ് കൊടുത്ത് കൂടുതൽ മനോഹരമാക്കാം. ഡ്രോയിങ് ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് പെർസ്പെക്റ്റീവിലേക്ക് കൊടുത്തിരിക്കുന്ന റെഫറൻസ് ലൈൻസ് എല്ലാം തന്നെ മായ്ച്ച് കളയാം. പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് ബേസിക് ഫോം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്രോയിങ് എളുപ്പമായിരിക്കും. ഇവിടെ 2B പെൻസിൽ മാത്രം ഉപയോഗിച്ചാണ് ഡ്രോയിങ്ങും ഷെയ്ഡിങ്ങും ചെയ്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് 4Bയും 6B പെൻസിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഡ്രോയിങ് ചെയ്യാൻ 2B പെൻസിലായിരിക്കും നല്ലത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസുകൾ ഇനി വരുന്നതാണ്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.